തെറ്റിദ്ധാരണകളോ എന്തുമായിക്കൊള്ളട്ടെ, അതിന് അപ്പുറം, അതിനൊക്കെ ഒടുവിൽ എന്റെ ദൈവമായ കർത്താവ് എനിക്ക് കരുതി വെക്കുന്ന ആ രക്ഷയുടെ, സ്വർഗത്തിന്റെ ആ പറുദീസായുടെ കൃപ എനിക്ക് കിട്ടും, എനിക്ക് അനുഭവിക്കുവാൻ സാധിക്കും എന്നുള്ളതിന്റെ ആ വലിയ പ്രത്യാശ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മളൊക്കെ പറയും, ഞാൻ ദൈവത്തിൻ്റെതാണ്, ഞാൻ ക്രിസ്തുവിൻ്റെതാണ്. ഞായറാഴ്ചകളില് ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും അവിടെ പറഞ്ഞ കുടുംബ പ്രാർത്ഥനയില്ല. പക്ഷേ ജീവിതത്തിൽ നൊമ്പരങ്ങളോ ക്ലേശങ്ങളോ തെറ്റിദ്ധാരണകളോ ഏതെങ്കിലും തരത്തിലുള്ള നൊമ്പരങ്ങളൊക്കെ, സഹനങ്ങൾ കടന്നു വരുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ പതറിപ്പോവുകയാണ്. പരിശുദ്ധ അമ്മ ആ കുരിശുമരണത്തോളം അവന്റെ അരികിൽ ചേർന്ന് നിന്നു. ദൈവവും മനുഷ്യനുമായ ക്രിസ്തുവിന്റെ സഹനത്തോട് അമ്മ ചേർന്ന് നിന്നു. അവൾ നൽകുന്ന മാതൃക തന്നെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിന്റെ പ്രത്യാശയുടെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. അവൾ നമുക്ക് കാണിച്ചു തരുന്ന ആ വലിയ മാതൃക തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്. കാരണം ഒരു മനുഷ്യ ജീവിതം കടന്നുപോയേക്കാവുന്ന എല്ലാ നൊമ്പരങ്ങളും സഹനങ്ങളും കഷ്ടതകളും ദാരിദ്ര്യവും, നമ്മളൊക്കെ പറയും, അച്ഛൻ എനിക്ക് വീടില്ല എന്നൊക്കെ. നമ്മളൊന്ന് ധ്യാനിച്ചാൽ മനസ്സിലാകും, വീട് പോയിട്ട് കുട്ടില് പോലും ഇല്ലാത്തവളായിരുന്നു ആര്? പരിശുദ്ധ അമ്മ. നമ്മൾ പറയും അനേകര് പരദേശികളായിട്ടൊക്കെ ജീവിക്കുന്നു. പരദേശിയായി ജീവിച്ചവളല്ലേ പരിശുദ്ധ അമ്മ. മക്കളെ കുറിച്ച് വേദനിക്കുമ്പോൾ നിങ്ങൾ പറയും, എന്റെ അച്ഛോ, മക്കളെ ഓർത്താണ് വെന്തുരുക്കി നീറി ജീവിക്കുന്നത്. ഓർത്ത് നോക്കിക്കേ. ഭ്രാന്തനെന്നും വെളിവില്ലാത്തവനെന്നും രോഗികളോടും പാപികളോടും വേശ്യകളോടും ചേർന്ന് ജീവിക്കുന്നവനെന്നൊക്കെയാണ് ക്രിസ്തുവിനെ പറ്റി സമൂഹം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു അമ്മയുടെ വേദന എന്തൊക്കെയാണ് പ്രിയമുള്ളവരെ. ഒരു മനുഷ്യ ജന്മത്തിൽ ഒരുവൻ കടന്നു പോകേണ്ട സകലവിധ നൊമ്പരങ്ങളും സകലവിധ അനുഭവങ്ങളും സഹനങ്ങളും അതിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ളവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ആ ഉത്തരീയം തരുമ്പോൾ അവളുടെ കയ്യിൽ ആരുമുണ്ട്? യേശുവുമുണ്ട്, അല്ലെ? ചിത്രത്തിലേക്ക് നോക്കിക്കേ, യേശുവുണ്ട്. അതൊരു പ്രത്യാശയുടെ അടയാളമാണത്. ആ രൂപത്തിലേക്ക് നീ നോക്കുമ്പോൾ നീ ചിന്തിക്കണം, നീ ധ്യാനിക്കണം, നീ ഉറപ്പിക്കണം. എന്റെ കണ്ണുനീരിനോടും എന്റെ വേദനകളോടും എന്റെ കഷ്ടതകളോടുമൊത്ത് ആരുണ്ട്? എന്റെ ദൈവമുണ്ട്, ക്രിസ്തുവുണ്ട്. സകല നൊമ്പരങ്ങളിലൂടെ കടന്നുപോയ ഒരു അമ്മയും മകനും എന്റെ കൂടെയുണ്ട്. എന്റെ സഹോദരനാണ്, സഹോദരിയാണ്, എന്റെ ദൈവമായ കർത്താവാണ്. പ്രിയമുള്ളവരെ, നമ്മോടൊത്ത് ആശ്വസിക്കാൻ, നമ്മോടൊത്ത് സഹിക്കുവാൻ, നമ്മോടൊത്ത് നമ്മുടെ സങ്കടങ്ങൾ പങ്കിടുവാൻ ഒരുവന് അല്ലെങ്കിൽ ഒരുവൾക്ക് ഒരാളെ കിട്ടുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുക. ഈശോയും അവിടുത്തെ അമ്മയും നമ്മോട് പറയുന്നതും മറ്റൊന്നുമല്ല, നീയും നിന്റെ കുടുംബവും എന്റേതാണ്, നീയും നിന്റെ ആത്മാവും സ്വർഗത്തിൻ്റെതാണ്, നീയും നിന്റെ ജീവിതവും സ്വർഗം തന്നെയാണ്.